ഇതാ ഒരു നീണ്ട കഥ, നീണ്ട 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 കഥ. ഇതാ പിടിച്ചോ, ഇതാ പിടിച്ചോ, ഇതാ പിടിച്ചോ. എന്തോ ഇത്? ഒരു നീണ്ട കഥ. മണ്ണിൽ വിരിഞ്ഞ പൂക്കൾ വാടിയപ്പോൾ ബൈ OP ഒളശ ഒളശ PO. തിരിച്ചിട്ടാൽ മറിച്ചിട്ടാൽ ഒളശ. ഇത് വായിച്ചാൽ പെണ്ണുങ്ങൾ കരയും, ആണുങ്ങൾക്ക് കലി വരും, കുട്ടികൾ ചിരിക്കും, സിനിമാക്കാർ വായിക്കും, കാശി തന്ന് വാങ്ങിക്കും. എന്താ ഇതിന്റെ കഥ? ഒരച്ഛൻ, ഒരമ്മ, 2 കൊച്ചു കുഞ്ഞുങ്ങൾ, ഒരു കൊച്ചു കുടുംബം, സംതൃപ്തമായ കുടുംബം. രാത്രി 12 മണി, നിശ്ചലമായ നിശ, എങ്ങും കനത്ത നിശബ്ദത. അതാ ഇരുട്ടിൽ നിന്നും ഒരാൾ പ്രത്യക്ഷപ്പെടുന്നു. പ്രത്യക്ഷപ്പെട്ട് ഒരു ബോംബ്, 2 ബോംബ്, 3 ബോംബ്, നിർത്തറയുമ്പോക്കി തോന്നി ദിവസം കാണിക്കാൻ എന്റെ പറഞ്ഞു ചന്ദ്രൻ വിചാരിച്ചോ? അയ്യോ, സാറിനെ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. കുട്ടികൾ 2 ഓടി, അച്ഛനും അമ്മയും മരിച്ചു. ഓട്ടത്തിനിടയിൽ അവർ വേർപിരിയുന്നു. സെന്റിമെന്റ്. ഓട്ടത്തിനിടയിൽ അവർ പാട്ടിൽ വലുതാവുന്നു. വില്ലനെ കണ്ടുമുട്ടുന്നു, പ്രതികാരം തീർക്കുന്നു, ചേട്ടനും അനിയനും ഒന്നിക്കുന്നു. ഒരാളുടെ കാമുകിക്ക് വേണമെങ്കിൽ ക്യാൻസറോ സ്വൽപ്പ കിഡ്നി ട്രബിളോ ആകാം. അതിനൊരു സൈഡ് ട്രാക്ക് വേറെ ചേർത്തിട്ടുണ്ട്. തീർന്നോ? വേണമെങ്കിൽ കുറച്ച് ഇലാബറേറ്റ് ആയിട്ട് പറയാം. ഇനി ഒരക്ഷരം മിണ്ടിയ നിന്റെ കിഡ്നി ഞാൻ തകർക്കും. എടുത്തോണ്ട് വേണം. ഇങ്ങനെയുള്ള ചീപ്പ് കഥകളൊന്നും ഞാൻ പ്രസിദ്ധീകരിക്കില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? എന്റെ പേരെന്താണെന്ന് അറിയാമോ? അറിയാം. MTE ദാമോദരൻ. മഹാനായ ടൈം എഡിറ്റർ ദാമോദരൻ. മഹാതെണ്ടി എരപ്പാളി ദാമോദരൻ എന്നും പറയും. നിന്റെ തന്ത പറയും. പുള്ളിക്കാരൻ പറയും. നല്ല വിവരമുള്ളവനായിരുന്നാ നാട്ടുകാർ പറയുന്നത്. നാട്ടുകാർ പറഞ്ഞു കേട്ട അറിവല്ലേ നിനക്കുള്ളൂ. നിന്റെ തള്ളയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. മനുഷ്യനെ മെനക്കെടുത്താൽ പോടാ. പോകാം. സാർ ഏത് തരത്തിലുള്ള കഥകളാ പബ്ലിഷ് ചെയ്യുക? ആധുനിക സാഹിത്യ സൃഷ്ടികൾ, അല്ലെങ്കിൽ ശുദ്ധഹാസ്യം. അതുമല്ല, കുറച്ചുകൂടെ കിഴിപ്പോട്ട് ഇറങ്ങുകയാണെങ്കിൽ നമ്മുടെ എന്റെ ഇന്നലകൾ പോലെയുള്ള സാധനങ്ങൾ. നിന്റെ ചുളുവരട്ട് പണികളൊന്നും എന്റെ അടുത്ത് എടുക്കണ്ട. ഇപ്പോൾ ഞാൻ പോകുന്നു. പക്ഷെ പൂർവാധികം ശക്തിയോടെ ഈ OP ഒളച്ച തിരിച്ചു വരും. ആ ഏറുപടക്കം കൊണ്ട് ഇതിനകത്തേക്ക് കയറിയേക്കരുത്. കാറ് പോവോ? പിന്നെ കാണാനാ നിർത്തിയിരിക്കുന്നത്. എന്നാ പോട്ടെ. അതെ, അങ്ങനെ ചുമ്മാ പോട്ടെന്ന് പറഞ്ഞാലൊന്നും പോകത്തില്ല. ആർക്ക് പോണം, എവിടെ പോണം, എന്തിനു പോണം, എത്ര ബഡ്ജറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ സൗകര്യം ഉണ്ടെങ്കിൽ വരും. എന്താ ഇത് തകരം കൊണ്ടാണോ സ്വർണം കൊണ്ടാണോ ഉണ്ടാക്കിയിരിക്കുന്നേ? എന്തുകൊണ്ട് ഉണ്ടാക്കിയാലും താൻ ഇതിനകത്ത് കാണുന്ന ഇവിടെ ആരും നിർബന്ധിച്ചില്ലല്ലോ. ഈ ചക്കടാ വണ്ടിയുടെ വളയം പിടിച്ചപ്പോ നിനക്കൊക്കെ ഈ പോസ് എടുത്തോണ്ട് പോണ സഞ്ചി നോക്കിയിട്ടൊന്നും നടക്കുന്നത്. നിങ്ങൾക്ക് ഇതിലും ഭേദം വല്ല കല്ല് കുത്താൻ പാപ്പല്ലേ? കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടി വാങ്ങിക്കുന്ന പോലെയാണല്ലോ നിങ്ങൾക്ക് ശമ്പളം തരുന്നത്. മന്ത്രി സംബന്ധിച്ച ചടങ്ങിൽ മന്ത്രിയുടെ ഫോട്ടോ ഇല്ല. കുറെ തലയും മുലയും കാണിച്ചു വെക്കുന്ന പെമ്പിള്ളേരുടെ ഫോട്ടോ എടുക്കാനാണോ പത്രം കാശ് കൊടുക്കുന്നത്? സാറ് കുറച്ചുകൂടെ സഭ്യമായ രീതിയിൽ സംസാരിച്ച കൊള്ളായിരുന്നു. നിങ്ങളോട് ഇതിനേക്കാൾ കൂടുതൽ സഭ്യമായി സംസാരിക്കാൻ എനിക്ക് സാധിക്കില്ല. ഇന്ത്യ ഒട്ടുക്കും മിഡിൽ ഈസ്റ്റിലും സർക്കുലേഷനുള്ള ഒരു പത്രത്തിന്റെയും മാസികയുടെയും കറസ്പോണ്ടൻസ് കം ഫോട്ടോഗ്രാഫേഴ്സ് ആണ് പോലും. കുറച്ച് കോമൺ സെൻസ് ഉപയോഗിച്ചൂടെ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇങ്ങനെയാണ് പോക്കെങ്കിൽ ഞാൻ നിങ്ങളെ ബോംബെക്കോ കൽക്കട്ടയ്ക്കോ ട്രാൻസ്ഫർ ചെയ്യും. അവിടെ ചെന്നാ ഞങ്ങൾ നല്ല ഫോട്ടോ എടുക്കുമെന്നാണോ? അവനോട് ചോദിച്ചു. ഇനിയും നീ ഇതുവഴി വരില്ലേ? ആനകളെയും തെളിച്ചുകൊണ്ട്. എങ്ങനുണ്ട്? നിന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഇല്ല. പിന്നെ എന്താ ഇതിന്റെ അർത്ഥം? സാർ ആധുനികമേ പബ്ലിഷ് ചെയ്യൂ എന്ന് പറഞ്ഞതുകൊണ്ട് സ്വപ്പ കഞ്ചാവ് അടിച്ചുകൊണ്ട് എഴുതിയതാ. കഴിഞ്ഞ തവണ പറഞ്ഞ അതേ ബോംബ് കഥ തന്നെ, സ്റ്റൈല് മാറിയപ്പോ ഇങ്ങനെ ആയിപ്പോയി. എടാ മരമണ്ടം കഴുതേ, നിനക്ക് പറ്റിയ പണി എന്താണെന്ന് ഞാൻ പറയാം. ഇതല്ലേ? എനിക്കറിയാം. പക്ഷെ അവന്മാർക്ക് ഇപ്പൊ യൂണിയൻ ഉണ്ട്. അതുകൊണ്ട് അതേ സ്റ്റാറ്റസ് ഉള്ള വേറൊരു പണി ഞാൻ നോക്കി. ഒന്നുകിൽ ഒരു എഡിറ്റർ ആകുക, ഇല്ലെങ്കിൽ ഒരു സാഹിത്യകാരനാകുക. അതൊന്നുമല്ല ഞാൻ പറയാൻ വന്നത്. നീ കോമഡി എഴുതണം, മറ്റൊന്നും വേണ്ട. നിനക്ക് പറ്റിയ അബദ്ധങ്ങൾ മാത്രം കുറിച്ചിട്ടാ മതി. അത് തന്നെ ധാരാളം ഉണ്ടല്ലോ. അതെങ്ങനെ ഒരു കഥയാകും? ഹാസ്യത്തിന് കഥ വേണ്ട, സിറ്റുവേഷൻ മാത്രം മതി. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇല്ലാത്തൊരു ന്യൂസ് ഒരു ചുറ്റുപാടിൽ ഇല്ലാത്തൊരാളെ കുറിച്ച് പ്രസിദ്ധീകരിച്ചു എന്ന് വിചാരിക്കാം. അയാൾ ശരിക്കും ഉണ്ടായി. അയ്യോ, അതെങ്ങനെ? അങ്ങനെ സംഭവിച്ചു സങ്കല്പിക്കുക. അയാൾ എന്നോട് എങ്ങനെ പെരുമാറും? അത് പറയാൻ പറ്റില്ല. ആളിന്റെ സ്വഭാവം പോലെ. ആ പെരുമാറ്റമാണ് കോമഡി. നീ ഒന്ന് അയാൾ എന്നോട് എങ്ങനെ പെരുമാറും ഊഹിച്ചു പറ, നിനക്ക് കോമഡി മനസ്സിലാവും. അത് തുണയുണ്ടെങ്കിൽ ഇറങ്ങി വരില്ല.
8 വീട്ടിൽ രാമപിള്ള ഏതോടെയാണ് മാനവങ്കപ്പെടുത്തിയത്? നിന്റെ പത്രം ഞാൻ അവസാനിപ്പിക്കുവാ. എടാ ഇതിനകത്ത് ചങ്കരപ്പിള്ള ഒരു ചെറ്റ ഇരിപ്പില്ലടാ. ഉണ്ടെങ്കിൽ ഇറങ്ങി വരികടാ. കുത്തും കൊലയും ജയിലും ഒന്നും എനിക്ക് പുത്തരികളെ നാറികളെ എല്ലാത്തിനും ഞാൻ ബോംബിട്ട് നശിപ്പിക്കും. ഞാൻ കൊലമരത്തിൽ കയറുവിടാ. ഇറങ്ങി വരണോ അതോ ഞാൻ അങ്ങോട്ട് വരണോ? ആരുടെ ഇവിടെ ചാടും? ഇപ്പൊ ഒരു കുത്തു കേസ് ജയിലിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. പേര് 8 വീട്ടിൽ രാമപിള്ള. 8 വീട്ടില് രാമപിള്ള. മാനവും മര്യാദയ്ക്ക് മനുഷ്യൻ ജീവിക്കാൻ സമ്മതിക്കില്ല. അയ്യോ തല്ലല്ലേ, ഞാൻ പറയുന്നത് കേക്ക്. ഞാനല്ലേ എഴുതി. ഇനി ആരാ? ഉടുപ്പേന്ന് വിടെ ഉടുപ്പേന്ന് വിടെ ഞാൻ കാണിച്ചു തരാം. വന്നത് എടാ നീയാണോ ചീപ്പടിച്ച്? അയ്യോ ഞാനല്ല. കസേരയിലിരിക്കുന്ന എം ടി രാമോദരൻ. പന്നടാക്കളെ, നീ എന്നെ പറ്റി അനാവശ്യം. ഞാനോ? നീ നിന്റെ ഒരു പത്രം നിന്നെ ശരിയാക്കുന്നു. മേലിൽ ആരെപ്പറ്റി അനാവശ്യമായ ന്യൂസ് എഴുതിയാൽ കൈയും കാലും വേണ്ടി ദൂരെ കഴിഞ്ഞാൽ പറഞ്ഞേക്കാം. ആകാരത്തിന് വല്ല അംഗഭംഗവും സംഭവിച്ചോ സാർ? അല്ല. ഇപ്പൊ പിടികിട്ടി എന്താണ് കോമഡി. വിത്തിൻ 2 weeks കഥ റെഡി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ മിസ്റ്റർ അനിൽകുമാർ നാഷണൽ പ്രസ് ഫോട്ടോഗ്രാഫി മത്സരത്തിൽ 1ാം സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത സ്നേഹപുരസ്സരം അറിയിച്ചുകൊള്ളുന്നു. അനിൽകുമാറിന്റെ ഈ വിജയം ടൈം പബ്ലിക്കേഷൻസ് എന്നും അഭിമാന പുരസ്സരം സ്മരിക്കുന്നതാണ്. ഫോട്ടോഗ്രാഫിയുടെ നൂതന സങ്കേതങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്താൻ ടൈം പബ്ലിക്കേഷൻ സ്വന്തം ചെലവിൽ അനിൽകുമാറിനെ ബോംബെക്ക് അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ അനിലിനെ ബോംബെക്ക് അയക്കുകയാണെങ്കിൽ എന്നെ അയക്കണം. നീ എന്ത് കോപ്പ് കാണിച്ചിട്ട് നിന്നെ ബോംബെക്ക് അയക്കണം? നിന്നെ പൂത്തർക്കൊക്കെ അയക്കാം. ആ ചോദ്യം ഇവരോട് ചോദിക്കണം. ഏതോ ഫോട്ടോ സ്റ്റുഡിയോന്ന് കാശ് കൊടുത്ത് ഫോട്ടോ വാങ്ങിച്ച് അവാർഡ് വാങ്ങിച്ച ഫോട്ടോഗ്രാഫർ ആവും. എടാ അസൂയക്കും കഷണ്ടിക്കും പണ്ടേ മരുന്നില്ലെന്ന് വിവരമുള്ളവർ പറഞ്ഞിട്ടുണ്ട്. സ്വന്തം പലട കുത്തി നാറ്റിക്കണ്ട. നിങ്ങൾ രണ്ടുപേരും കള്ളന്മാരാ. ആ വിവരം നാട്ടുകാരെ അറിയിച്ച് പത്രത്തിന് നാണം കെടുത്തണ്ട. അല്ലെങ്കിൽ പത്രം നാറി. ഇനി ഇവരെ ബോംബെക്ക് ഇവിടെ അയച്ചാ ആ നാറ്റം ബോംബെ വരെ എത്തും. ഫോട്ടോ കട്ടതോ മോഷ്ടിച്ചതോ എന്നുള്ളത് എനിക്കൊരു പ്രശ്നമേ അല്ല. നാണമില്ലാത്തവന്റെ പ്രശ്നത്തിൽ ഒരു ആല് കളിച്ചാൽ അതും അവനൊരു തണലാണെന്ന് ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അനിൽകുമാറിന് ബോംബെക്ക് അയക്കാനുള്ള എന്റെ തീരുമാനം പാറ പോലെ ഉറച്ചതാണെന്ന് ഞാൻ എല്ലാവരെയും അറിയിച്ചുകൊള്ളുന്നു. കയ്യടി. സാറ് വിഷമിക്കണ്ട. ഫ്രാഡുകൾക്ക് ഈ രാജ്യത്ത് രക്ഷയുള്ളൂ. എന്നിട്ടും എന്തുകൊണ്ട് സാറ് രക്ഷപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ സാറിന്റെ ഫ്രാഡ് പണികൾ സന്ദർഭത്തിനൊത്തു എരുന്നില്ല എന്ന് ഞാൻ പറയും. അതുകൊണ്ട് സാർ അത് വയത്തണം, വയത്തി പിടിക്കണം. സാറേ, സത്യം, ധർമ്മം, നീതി, ന്യായം ഇതൊക്കെ ദൈവങ്ങൾക്ക് മാത്രമുള്ളതാ. അതുകൊണ്ട് നടന്നാൽ ഇക്കാലത്ത് വയറ് വഴയ്ക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, സാറിന്റെ കൂട്ടുകാരൻ ചെക്കൻ അനിൽ ഫോട്ടോ സ്റ്റുഡിയോയിൽ നിന്നും ഫോട്ടോ മേടിച്ച് അവാർഡ് വാങ്ങിച്ചു. എന്നിട്ടിപ്പോ എന്തായി? എല്ലാരും കൂടെ ഹാരവും മാലയും ഒക്കെ ഇടിയിച്ച് ബോംബെക്ക് കെട്ടി എഴുന്നള്ളിക്കാൻ പോണൂന്ന്. സത്യം പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും മണ്ടന്മാരാ. പക്ഷെ ഇപ്പൊ ഇന്ത്യയിൽ അവനൊരു വിലയുണ്ട്. എങ്ങനെ? ഫ്രാഡ് വില കാണിച്ചിട്ട്. ഇനി തിരിച്ചു വരുമ്പോ അവന്റെ പോസ് നോക്ക് സഹിക്കാൻ പറ്റുമോ? എന്റെ അടുത്ത് പോസ് കാണിച്ചാണ്ടല്ലോ ഇടിച്ചാൽ മൂഞ്ചി ഇടിച്ചു വിടും. നടക്കാത്ത കാര്യം കളാ. നടക്കുന്ന കാര്യം ആലോചിക്കും. അവന്റെയും ഒരുപടി മേലെ സ്റ്റാറ്റസിൽ നിൽക്കാൻ ശ്യാംകുട്ടിക്ക് മോഹമില്ലേ? ചൽമി അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യും? വഴിയുണ്ട്. മനോഹരമായ ഒരു വലിയ ഫ്ലാറ്റ്, അതിലാവശ്യത്തിന് കാശും പത്രാസും, പ്രേമിക്കാൻ തരുണീമണികൾ. ഇങ്ങനെ ഒരു ചുറ്റുപാടിനെ പറ്റി ശ്യാംകുട്ടി ആലോചിച്ചിട്ടുണ്ടോ? ആകെ ഒരു പളവളപ്പ്, ഒരു ഗ്ലാമർ. ഇന്ന് പുച്ഛിക്കുന്നവർ നാളെ ലജ്ജിക്കും. ശ്യാംകുട്ടിയുടെ മുമ്പിൽ ലജ്ജിച്ച് തല താഴ്ത്തും. കാര്യമൊക്കെ ശരി തന്നെ, പക്ഷെ ഞാനിതെങ്ങനെ ഒപ്പിക്കും? എങ്ങനെ അനിൽ അവാർഡ് ഒപ്പിച്ചു? അവന്റെ കഴുത്തിൽ എങ്ങനെ ഹാരം വീണോ? അവൻ എങ്ങനെ ബോംബെക്ക് പറക്കാൻ പോണു? ആ മണ്ടൻ മണ്ട ഉപയോഗിച്ചു. ഫ്രാഡ് പണി.
ഇന്നസെന്റ് ഫ്രാഡ്, ആർക്കും ഉപദ്രവമില്ലാത്ത ഫ്രാഡ് പണി. ഇങ്ങനെ ഒരു ജീവിതം വേണോ വേണ്ടയോ എന്ന് ശ്യാംകുട്ടി ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒന്നാലോചിച്ച ശരിയാ. ലൈഫ് ഇസ് എ ചലഞ്ച് മീറ്റിംഗ്. എന്നാരാ പറഞ്ഞ? ഞാനല്ല, പക്ഷെ പറഞ്ഞ നാറിക്ക് വിവരമുണ്ട്. കേൾക്കുന്ന നാറികൾക്കും വിവരം ഉണ്ടാവട്ടെ. താങ്ക് യു, താങ്ക് യു. കൈയും വീശി ഇനി പോന്നല്ലയോ? ഒരു ബൊക്ക ഇവിടെ വാങ്ങിച്ചോട്ട് വന്നൂടായിരുന്നോ? ദരിദ്രവാസി, നീ എന്താടാ ബോംബെയിൽ പൂക്കച്ചവടം നടത്താൻ പോന്നോ? ഒരു പടം വാങ്ങിച്ചാൽ അർദ്ധരാത്രി പിടിക്കാൻ. എന്റെ അമ്മോ, അസൂയ അസൂയ. അത് തന്നെയാണ് അസൂയ തന്നെ. ആ കള്ളനാവാൻ കഴിയാത്തതിലുള്ള അസൂയ. Passenger traveling to Bombay. ഗുഡ് ബൈ. Please report immediately at the security check. Last and final call for Mr. Anil Kumar. ബൈ 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 ബൈ. Passenger traveling to Bombay. താങ്ക് യു. Please report immediately at the security check. അളയാ, ഗുഡ് ബൈ. കുഴപ്പമില്ല, തന്റെ അച്ഛനെ അവള് കണ്ടോട്ടെ, കല്യാണക്കാരി ഉറപ്പിച്ചോട്ടെ. അതിനെന്താ അത്ര വിഷമം? എനിക്ക് തന്തയില്ല, അത് തന്നെ. അത് നിന്റെ സ്വഭാവം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. അതല്ലെന്നേ, എന്റെ അച്ഛൻ മരിച്ചിട്ട് ഒരുപാട് നാളായി. എന്ന് മാത്രമല്ല, അമ്മാവനെങ്ങാനും ഇത് അറിഞ്ഞാൽ ആകെ അലുകുളിത്താവും, എല്ലാം പൊളിയും. അമ്മാവൻ വേണ്ട, ഒരു തന്ത മതി. ഈ നാട് മുഴുവൻ കിടക്കയില്ലേ ലാവിഷായിട്ട് തന്തമാര്. സാറേ, സാറിന് എത്ര തന്തമാരോ? എനിക്കല്ലടേ യവന്. എന്നാ ഞാൻ നല്ല അന്തസ്സുള്ള തന്തമാരെ കൊണ്ടിറക്കി തരാം. വലിയ ചാർജ് ആവും. ഒരു 100 രൂപ കൊടുക്കുകയാണെങ്കിൽ നല്ല കിളി പോലെ തന്തമാര് വരും. അത് കുറയൂല്ലേ? 5 രൂപയ്ക്കും കിട്ടും, പക്ഷേ ചോറി പിടിച്ച തന്തമാര്. അത് വേണ്ട, അത് വേണ്ട. ഇനിയിപ്പോ ഒരു പ്രശ്നവും. ആ കിളിത്തന്ത എലീനെ കാണട്ടെ. കല്യാണത്തിന് സമ്മതമാണെങ്കിലും അത് 2 വർഷം കഴിഞ്ഞേ നടക്കൂ എന്ന് ഉറപ്പുകൊടുത്താൽ മാത്രം മതി. എന്നാ ഞാൻ പോകുന്നു. ഇതാ തന്തയും തേടി. പല പേട്ട് തന്തമാരെയും വിളിച്ചോണ്ട് വന്ന് സംഭവം അൽക്കുലിട്ടാകല്ലേ. അയ്യോ, സാറ് വിഷമിക്കാതെ. ഒരുത്തനെയും കിട്ടിയില്ലെങ്കിൽ അവന്റെ തന്തയെങ്കിലും മേക്കപ്പ് ഇട്ട് അവൻ വിളിച്ചോണ്ട് വരും. നീ കാര്യം പറ. അണ്ണാ, ഒരു ചെറിയ നാടകം. നിറയെ ആളൊക്കെ ഉണ്ടാവുമോ? ഓ, ആളൊക്കെ കുറച്ചേ കാണും. വേഷം എന്താ? തന്തപ്പടി. കാശ് രൊക്കം 50 രൂപ. പെർഫോമൻസ് കഴിഞ്ഞാൽ ഓടാൻ എടുത്ത് കൈ തരും. അപ്പൊ എവിടെയാ സ്റ്റേജ്? ഓ, സ്റ്റേജ് മാങ്ങാത്തൊലിയൊന്നുമില്ല. നമ്മുടെ ഒരു കൂട്ടുകാരന് കല്യാണം ഉറപ്പിക്കാനാ. ഓ, ആളൊരു തന്തയില്ലാത്തവനാ. നാളെ ഹിൽവി കോംപ്ലക്സിൽ കറക്റ്റ് 10 മണിക്ക് ഫ്ലാറ്റ് നമ്പർ 12. ഇത്തരം പന്നത്തരത്തിനെ എന്നെ കിട്ടില്ല. നീ പോയി വേറെ വല്ല പണി നോക്ക്. അണ്ണാ, ഒരു ജീവിതം തകരും. അണ്ണാ, ഒരു പ്രേമം തകരും. അണ്ണാ, എടാ, ആൾമാറാട്ടത്തിന് പോലീസ് പിടിച്ചാലേ എന്റെ എല്ല് തരും. നീ നിന്റെ കാര്യം നോക്കടാ. തന്നെയൊക്കെ വിളിക്കാമെന്ന് എന്നെ പറയണേ. നീ പൈസ തരുന്നുള്ളതിന് എന്താ ഉറപ്പ്? രാമകുട്ടി അണ്ണ, എന്നെയാണ് വിശ്വാസമില്ല. ഓ, പിന്നെ പറഞ്ഞ വാക്ക് പാലിക്കുന്നില്ലേ നീ? 65 രൂപ 75 പൈസ പറ്റിയിട്ട് 7 മാസം എന്നെ ഒളിച്ചെന്ന് വിളിക്കണല്ലേ നീ? പക്ഷെ കിട്ടിയല്ലോ. ഓ, വീട്ടിൽ വന്ന് കുത്തിനെ പിടിച്ചു. എന്നാലും കിട്ടിയില്ലേ? അണ്ണാ, ഈ തന്ത കേസിൽ അണ്ണൻ എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? ഇല്ല. അണ്ണാ, ഛേദമില്ലാത്തൊരു ഉപകാരം. കണ്ണിച്ചോരയില്ലാതെ പെരുമാറരുതണ്ണ. നീ എന്ത് കുന്തം പറഞ്ഞാലും എന്നെ കൊണ്ട് വയ്യ. തന്നെ എന്റെ കയ്യിലൊരു ദിവസം കിട്ടും. ഓ, എന്റെ പട്ടി വരും. ചുമ്മാ നിനക്കെടുത്താ ബോർഡ് ഇടുന്നു. ഇന്നത്തെ കാലത്ത് വിരലും വായിലിട്ടുണ്ടിരുന്ന 50 രൂപ കിട്ടുമോ? അതില്ല. പക്ഷെ നിന്റെ ഇടപാടായതുകൊണ്ടാ പേടി. നീ ആയിട്ടുള്ള ഏർപ്പാട് മുഴുവൻ എന്തെങ്കിലും കൊലസ്റ്റിലല്ലേ അവസാനിച്ചിട്ടുള്ളൂ. അതെങ്ങനെ? കൊലപാതകത്തിന് തുല്യമായ പണികളല്ലയോ ഒപ്പിച്ചുകൊണ്ട് വരുന്നത്. അയ്യോ, ഇതൊരു സിമ്പിൾ കേസല്ലേ. അനശ്വരമായ ഒരു പ്രേമബന്ധം തകർക്കാതിരിക്കാൻ. അത് ഓതിനല്ല, 50 രൂപ ചൊളപോലെ എണ്ണി വാങ്ങിക്കാമല്ലോ. വേണ്ട, നീ ആയിട്ടുള്ള യാതൊരു ഇടപാടും വേണ്ട. നീ എന്റെ വാട്ടിടും. തന്റെ ജീവിതകാലം മുഴുവൻ കണ്ടവന് വേണ്ടി അടിച്ചോണ്ടിരിക്കുക. എവിടെ കൊടുപ്പ? 50 രൂപ. 500 രൂപ കൊടുത്താ വരാൻ. 500 രൂപ? നീ ആര് പെരിയ രജനിയാർത്താ? 500 ഒന്നും തരാൻ മുടിയാതെ 50 രൂപ. ഞാൻ ഇല്ല എന്നാ പോ. 50 രൂപ പോയാ എന്റെ വണ്ടി മറിയോടാ. ആലോചിക്കാനൊന്നുമില്ല അച്ചോ. ഏതായാലും നമ്മൾ കള്ളം പറയുന്നില്ല.
അച്ഛോ എന്ന് വിളിക്കുമ്പോ എന്തോന്ന് വിളി കേട്ടാ മതി. പള്ളിയിൽ അച്ഛനാണോ ശരിക്കുള്ള അച്ഛനാണോ എന്ന് ആരറിയാം. ഇല്ല കുട്ടി, അതൊന്നും ശരിയാവില്ല. ഈ വേഷവും ധരിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള വൃത്തികേടുകൾ കാണിക്കുന്നത് തെറ്റല്ലേ? ഒരു ജീവിതം രക്ഷിക്കാനല്ലേ അച്ഛോ. അച്ഛൻ ഒരു 50 രൂപ കിട്ടും. രൂപയൊന്നും എനിക്ക് വേണ്ട. ഇതിനൊന്നും എന്നെ നിർബന്ധിക്കരുത്. കർത്താവിന് അതൊന്നും ഇഷ്ടമാവില്ല. എന്നാ പിന്നെ കർത്താവിനോട് പറഞ്ഞ് എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാൻ പറ. ദുഃഖിക്കുന്നവനെ കർത്താവ് കൈവിടിയില്ല മോനെ. എന്നും പറഞ്ഞിട്ട് 26 കൊല്ലമായി. എടാ, നടക്കാൻ വയ്യാത്ത കാര്യങ്ങൾ ഏറി ഏക്കരുത്. പറയുന്ന പറച്ചിൽ കേട്ടപ്പോ ഞാൻ വിചാരിച്ച അത്ര ഇൻഫ്ലുവൻസ് എനിക്ക് ഈ സ്ഥലത്തില്ലെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. ഞാൻ എന്ത് ചെയ്യണം ചേട്ടാ? ഏതായാലും നനഞ്ഞിറങ്ങിയില്ലേ, ഇനി കുളിച്ചു കയറാം. ഏതായാലും ഞാൻ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരുത്തം വരാതിരിക്കില്ല. അത്ര സിമ്പതിലെ ഞാൻ പറഞ്ഞിരിക്കുന്നു. പിന്നെ 50 രൂപ അല്ല 100 രൂപ കിട്ടുന്ന കാര്യം കണ്ട് ആരെങ്കിലും വരാതിരിക്കും. നിന്റെ വാക്കും കേട്ട് വിശ്വസിച്ചിരുന്ന തന്ത പോയിട്ടൊരു മൊന്ത പോലും വരില്ല. പെണ്ണുകൊണ്ടിന്റെ പാട്ടിന് പോകും. ഞാൻ എന്ത് ചെയ്യണം ഓളശേ? ധൈര്യമായി തന്നെ പോലെ കാണാൻ കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരന് തന്തയില്ലെന്ന് പറഞ്ഞ നാണക്കെടൻ. നല്ല അന്തസ്സുള്ള ഒരു തന്തെ ഞാൻ കൊണ്ടുവരും. ആരാ? അപ്പം തിന്നാ പോരെ, കുഴി എന്നണോ? കൊള്ളാം, പെണ്ണിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇവന്റെ ഒരു തന്ത എന്ന നിലയ്ക്ക് എനിക്ക് മോളോട് ചിലത് പറയാനുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു പയ്യനും 29 വയസ്സ് തികയാതെ കല്യാണം നടന്നിട്ടില്ല. 29 വയസ്സും 29 ദിവസവും കഴിഞ്ഞ് 29 മണിക്കൂറും 29 മിനിറ്റും 29 സെക്കൻഡും ആവുമ്പോൾ പെണ്ണിന്റെ കഴുത്തിൽ കറക്റ്റായിട്ട് താലി കയറും. അതിനി എത്ര നാളുണ്ട്? കഷ്ടിച്ച് 1.5 വർഷം വരും. ഇപ്പൊ തന്നെ വേണമെങ്കിൽ അതിനുള്ള അറേഞ്ച്മെന്റ്സ് നടത്താം. ശരി, ഞാൻ വരട്ടെ. രാവിലെ മന്ത്രി ഒന്ന് കാണാൻ ഇറങ്ങിയതാ. അതിനിടയിൽ എവന്റെ നിർബന്ധം കാരണം കുട്ടിയെ വന്നത് കണ്ടിട്ട് പോകാന്ന് വെച്ചു. ഡോണ്ട് വറി, എല്ലാം നടക്കേണ്ട സമയത്ത് നടക്കും. ഇല്ലെങ്കിൽ ഞാൻ നടത്തും. മോനെ, മക്കളെ, ഞാൻ താമസിച്ചു പോയടാ. അയ്യോ അച്ഛൻ, അയ്യോ അച്ഛൻ താമസിയാ. എവിടേക്ക് നോക്കി അച്ഛനെ? അയ്യോ, വരില്ലെന്നുള്ള പറഞ്ഞില്ലേ? എന്നിട്ട് ഞാൻ കാരണം ഒരു ജീവിതം തകരരുത്. താൻ കാരണം എല്ലാം തകരാൻ പോകും. അയ്യോ മോനെ, നിന്നെ കണ്ടിട്ട് എത്ര നാളായി? നിന്റെ കല്യാണം ഇപ്പൊ നടത്തണം. എന്റെ മകനെ കയറി മകനെ എന്ന് വിളിക്കാൻ നീ എവിടെ? എന്റെ അച്ഛനെ തല്ലരുത്. അദ്ദേഹം അല്പം മദ്യപിച്ചു എന്ന് കരുതി സ്വന്തം മകനെ തിരിച്ചറിയാൻ കഴിവില്ലാത്ത മദ്യത്തന്തെ. അച്ഛൻ ചളാക്കരുത്. പ്ലീസ് കൂൾ ഡൗൺ ഡാഡി. യുവർ ഹാർട്ട് ബീറ്റ്. നിന്റെ വേല മനസ്സിരിക്കട്ടെ. കിട്ടാതെ ഞാൻ പോകത്തില്ല. എന്റെ മോനെവിടെ? മോനെ, മരുമോളെവിടെ? അയ്യോ ഭ്രാന്തോ? എന്റെ തന്തയ്ക്കാണോ ഭ്രാന്ത്? മര്യാദക്ക് നീ പറഞ്ഞ രൂപ. പരസ്പര വിരുദ്ധമില്ലാത്ത കാര്യങ്ങൾ പറയുന്നു. രൂപ പരസ്പര വിരുദ്ധമില്ല. ഇന്നലെ വൈകുന്നേരം ഇവൻ എന്റെ കടയിലെന്ന് പറഞ്ഞു ഒരു വേഷം. മകനെ ഞാൻ അച്ഛോ നിങ്ങളുടെ അനുഗ്രഹിക്കച്ചോ. അനുഗ്രഹിക്കുക മാത്രമല്ല, നിങ്ങളുടെ കല്യാണം നടത്തി തരാൻ കൂടിയാണ് നിന്റെ അച്ഛനായി ഞാൻ വന്നത്. എന്റെ മാത്രം അച്ഛനല്ല അച്ഛോ, ഈ ഇടവകയിലെ എല്ലാവരുടെ അച്ഛനാണ് അച്ഛോ. അച്ഛൻ എന്നെ അനുഗ്രഹിക്കച്ചോ, ഈ കൊച്ചിനെ അനുഗ്രഹിക്കച്ചോ. അച്ഛോ 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 അച്ഛോ, പള്ളിയിലെ മണി കത്തിയച്ചോ. അച്ഛാ മണി വാച്ചോ. എടാ, എപ്പോഴാ കല്യാണം? കല്യാണോ? പൊണ്ണങ്ക എപ്പത്താൻ തിരുമണോ? എടാ, എപ്പോഴാ കല്യാണം? എടാന്നോ? ഒരാൾക്ക് തിരുമണം, ഒരാൾ എടാന്ന്. പിന്നെ മകനെ എടാന്ന് വിളിച്ചൂടെ? എൻ മകൻ. അസംബന്ധം പറയരുത്. In these days of degenerating decencies, when diplomacy and duplicity fails, and this hemoglobins, when India, Mother India. Elena, take away Daddy to his room. He's in a very critical position. Take him. Relax, Daddy. എന്താ നോക്കിക്കണ? പൊയ്ക്കൂടെ? കാശോടെ? എന്നെ പേച്ച് കാശ് ഓടിയാ ഓടി വെക്കാൻ ഉമ്പല്ലേ വീഴും.
എല്ലാം ബാഷ് ആയില്ല.